മലപ്പുറം നാടുകാണി ചുരത്തിൽ റോഡിലേക്ക് മരം വീണ് 1.5 മണിക്കൂർ ഗതാഗതം സ്തംഭിച്ചു. ജാറത്തിന് സമീപം റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇവിടെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു ജാഗ്രത നൽകേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ടോ? ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായും അനുജ, ജാഗ്രത നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അലേർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട. കാരണം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ റോഡിൽ വിള്ളൽ വീണ പശ്ചാത്തലത്തിൽ അത് ഇടിയാനുള്ള സാധ്യതയൊക്കെയുണ്ട്. മുൻ വർഷങ്ങളിൽ അത്തരത്തിലുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നതിനാൽ ഈ മണ്ണ് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഈ റോഡിൽ വിള്ളൽ വീണ പശ്ചാത്തലത്തിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഈ കേരള തമിഴ്നാട് അതിർത്തിയായിട്ടുള്ള നാടുകാണി ചുരത്തിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏറെ നേരം ഈ മരം റോഡിൽ കിടന്നു. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഈ മരം മുറിച്ചു മാറ്റാൻ സമയമെടുത്തു. ആ ഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഈ മേഖലയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഗതാഗതം താൽക്കാലികമായിട്ട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ റോഡിൽ വലിയ രീതിയിൽ ഈ വിള്ളൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഈ ആളുകളുടെ ശ്രദ്ധയിൽ പതിയാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലേർട്ടുകളായിട്ട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ വൈകുന്നേരങ്ങളിൽ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലൊക്കെ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധയോടുകൂടി വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികളും അതുപോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും ഒക്കെ നൽകുന്ന നിർദ്ദേശം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ അരികു ചേർന്ന് യാത്ര ചെയ്യാതിരിക്കുക, നടുവിലൂടെ യാത്ര ചെയ്യുക. അതാണ് മലപ്പുറം നാടുകാണി ചുരത്തിൽ റോഡിലേക്ക് മരം വീണ് 1.5 മണിക്കൂറാണ് ഗതാഗതം സ്തംഭിച്ചത്. റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പക്ഷേ അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഏത് തരത്തിലേക്ക് വേണം യാത്ര ആ റോഡിലൂടെ നടത്തുമ്പോൾ ചെയ്യാൻ എന്നുള്ളത്.